മഞ്ചേശ്വരത്ത് തോൽവി ഭയന്ന് നാണം കെട്ട കളിയുമായി UDF. NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതാവിനെ അപരനായി ഇറക്കി. തിരുവനന്തപുരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ നായരാണ് അപരനായി മത്സരരംഗത്തുള്ളത്. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, മഞ്ചേശ്വരത്ത് BJP വലിയ മുന്നേറ്റം കാഴ്ചവെക്കും എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിധേനയും NDA സ്ഥാനാർത്ഥിക്കുമേൽ കൃത്യമായ ഒരു അജണ്ട ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ UDF ഈ അപരനെ നിർത്തിക്കൊണ്ടുള്ള നാണം കെട്ട കളി കളിക്കുന്നതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം കൃത്യമായി നമുക്കറിയാം, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 2 തവണയും കപ്പിനും ചുണ്ടിനും ഇടയിലാണ് NDAക്ക് നഷ്ടമായത്. ഇത്തവണ കൃത്യമായി തന്നെ അടിത്തട്ടിൽ അടക്കം വലിയ രീതിയിലുള്ള വർക്കാണ് NDA സ്ഥാനാർത്ഥി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവർത്തകരും പൂർണ്ണമായും തന്നെ നന്നായി തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായി തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ NDAക്ക് അനുകൂലമായ ഒരു സാഹചര്യം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ UDF അപരനെ രംഗത്തിറക്കിയിരിക്കുന്നത്. UDFിൻ്റെ തിരുവനന്തപുരത്തെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള സുരേന്ദ്രൻ നായരാണ് അപര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉള്ളത്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. മുൻ ഉഴമലക്കൽ പഞ്ചായത്ത് അംഗം കൂടിയാണ്. അതോടൊപ്പം തന്നെ മുൻ DCC ഭാരവാഹി കൂടിയായ സുരേന്ദ്രൻ നായർ അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. ആ നേതാവാണ് മഞ്ചേശ്വരത്ത് ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ അല്ലെങ്കിൽ A സുരേന്ദ്രൻ എന്ന പേരിൽ ഒരു അപരനായി മത്സരരംഗത്തുള്ളത്. നമുക്കറിയാം, 2016 വെറും 89 വോട്ടുകൾക്ക് മാത്രമായിരുന്നു അന്ന് NDA സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അന്ന് സുരേന്ദ്രനെതിരെ മത്സരിച്ച അപരൻ ഏകദേശം 500ഓളം വോട്ടുകൾ പിടിച്ചിരുന്നു. ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഇത് മനസ്സിലാക്കി ഈ തവണയും വീണ്ടും വലിയ രീതിയിൽ തന്നെ NDA പ്രചാരണ രംഗത്ത് തന്നെ ഏറെ മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ NDAക്ക് വലിയൊരു സാധ്യത തന്നെ പലരും പ്രവചിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ അത്തരത്തിലുള്ളൊരു സാധ്യതയും രാഷ്ട്രീയ അന്തരീക്ഷവും എല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ തലതിരിഞ്ഞ കളികൾ അല്ലെങ്കിൽ നാണം കെട്ട കളികൾ ഇപ്പോൾ UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൃത്യമായി തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ഡീല് UDFുമായി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമൊക്കെ തന്നെ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ മണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഭാഗത്ത് ഡീല് നടക്കുന്നു, ഇത്തരത്തിൽ അപരനെ രംഗത്തിറക്കുന്നു. ഇങ്ങനെ പൂർണ്ണമായും തന്നെ NDA സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് UDFും അതോടൊപ്പം തന്നെ LDFും മഞ്ചേശ്വരത്ത് മത്സരരംഗത്തുള്ളതും പ്രവർത്തിക്കുന്നതും. രോഹിണി, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.